ഗുഡ് മോർണിംഗ്. ഫെഡറൽ കോളേജിലെ ബയോളജി ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. അറിയാനും പ്രതികരിക്കാനും എന്ന ഒന്നാം അധ്യായത്തിലെ കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അവസാനമായിട്ട് പഠിച്ചത് നാഡിയുടെ ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ്. ന്യൂറോണിൻ്റെ ഘടന നമ്മൾ മനസ്സിലാക്കി ശരിക്ക് അവയവങ്ങളെ വഹിച്ചുകൊണ്ട് പോകത്തക്ക രീതിയിൽ ന്യൂറോണുകൾ എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ന്യൂറോണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലായ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതാണ്. ന്യൂറോണിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഒരു സെൽ ബോഡി, കോശ ശരീരമുണ്ട്, പിന്നെ അതുപോലെ ഡെൻഡ്രോണുകളുടെ ശാഖകൾ എന്താണ്, ഡെൻഡ്രൈറ്റുകൾ. അതുപോലെ തന്നെ ഈ സെൽ ബോഡി കഴിഞ്ഞ സെൽ ബോഡിയിൽ നിന്നും വരുന്ന നീളം കൂടിയ ഒരു തന്തു ആക്സോണുകളുടെ ശാഖകൾ എന്താണ്, ആക്സോണൈറ്റുകൾ. അപ്പോൾ അത്രയും ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇനി ഈ ആക്സോണുകളെ ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം, ഈ ആക്സോണുകളെ സംരക്ഷിക്കാൻ ആക്സോണിനെ പൊതിഞ്ഞ് ഒരു ആവരണം നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. ആ മയലിൻ ഷീത്ത് എന്നറിയും. ഈ മയലിൻ ഷീത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യം നമ്മൾ പറയുന്നത്, മയലിൻ ഷീത്ത്. അപ്പോൾ ശരിക്കും ഈ മയലിൻ ഷീത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീളമുള്ളൊരു കോശം. അപ്പോൾ ഇതിൽ ആ നീളമുള്ള ഭാഗം എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണ്, ആക്സോണാണ്. ശരിക്ക് ഈ കോശ ശരീരത്തിൽ നിന്നും എന്താണ് ഈ ആവേഗങ്ങളെ അടുത്ത മറ്റൊരു ന്യൂറോണിലേക്ക് നമ്മൾ കൊണ്ടുപോകണം അല്ലേ. കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന നീളമുള്ള ഒരു തന്തു, അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആക്സോൺ. അപ്പോൾ ശരിക്കും ഈ ആക്സോണിനെ സംരക്ഷിക്കണം ആണല്ലോ. അപ്പോൾ വി ഹാവ് ടു പ്രൊട്ടക്റ്റ് ആക്സോൺ. അപ്പോൾ ഇതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ആവരണം, ഓരോ ആക്സോണിനെയും പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ആവരണം, അതിനെയാണ് പറയുന്നത് മയലിൻ ഷീത്ത്. ഇത് പറയും മയലിൻ ഷീത്ത് എന്ന് പറയും. അപ്പോൾ ശരിക്കും ഈ മയലിൻ ഷീത്ത് എന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, ഷോൺ സെല്ലുകൾ കൊണ്ടാണ് ഈ മയലിൻ ഷീത്ത്. നല്ല തിളങ്ങുന്ന വെള്ള നിറമാണ് മയലിൻ ഷീത്തിന്. അപ്പോൾ ശരിക്കും ഇതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഈ മയലിൻ ഷീത്ത് എന്തൊക്കെ ധർമ്മങ്ങളാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഈ ആവേഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസസ് ക്യാരി ചെയ്ത് ബ്രെയിനിലെത്തണം, അവിടെ നിന്ന് തിരിച്ച് റെസ്പോൺസ് ഉണ്ടാകും. അപ്പോൾ ഇതിന് വളരെ ഫാസ്റ്റായിട്ട് ഇമ്പൾസസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ അതിന് നമ്മുടെ ഈ ന്യൂറോണുകളെ പ്രാപ്തമാക്കുന്ന അല്ലെങ്കിൽ ഈ നീളം കൂടിയ ആ ഒരു ഭാഗം ആക്സോണിലൂടെ വളരെ പെട്ടെന്ന് പോകണം. അപ്പോൾ ഇതിന് സഹായിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ മയലിൻ ഷീത്ത്. അപ്പോൾ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് മയലിൻ ഷീത്ത് എന്ന് വെച്ചാൽ നമുക്ക് അറിയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മുടെ ഈ ആക്സോണിനെ, ഒരു ആവരണമായിട്ട് ഷോൺ സെല്ലുകൾ കൊണ്ടുള്ള ഒരു ആവരണമാണ്. അപ്പോൾ ഇറ്റ് പ്രൊട്ടക്ട്സ് ദി മയലിൻ ഷീത്ത് ആൻഡ് ഇറ്റ് ആൾസോ ഇൻക്രീസ് ദി സ്പീഡ് ഓഫ് ഇമ്പൾസസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആക്സോണിൽ കൂടി പോകുന്ന ആവേഗങ്ങളുടെ ഒരു സഞ്ചാര വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇറ്റ് ഇൻക്രീസസ് ദി സ്പീഡ് ഓഫ് ഇമ്പൾസസ് ത്രൂ ആക്സോൺ. ഇനി അതുപോലെ മറ്റൊന്നെന്ന് പറയുന്നത് ശരിക്കും ഇവയ്ക്ക് ഒരു ഇറ്റ് പ്രൊട്ടക്റ്റ് ദി ആക്സോൺ. അപ്പോൾ ശരിക്കും ഈ ഒരു ആവരണം ഈ ആക്സോണിനെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യും, സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് പറയാം. പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ആക്സോൺ. അതുപോലെ നമ്മുടെ ഈ ആക്സോണിന് ആവശ്യമായ എന്താണ്, ഓക്സിജനും മറ്റ് പോഷക ഘടകങ്ങളും ഒക്കെ കൊടുക്കുന്നതും ആര് തന്നെയാണ്, ഈ മയലിൻ ഷീത്താണ്. ഇറ്റ് ഗിവ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു എന്താണ് ദിസ് ആക്സോൺ. അപ്പോൾ ശരിക്കും നമ്മുടെ മയലിൻ ഷീത്തിനെ കുറിച്ച് പറഞ്ഞാൽ മയലിൻ ഷീത്ത് ഈ അവയവങ്ങളുടെ സഞ്ചാരത്തിന് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു. അപ്പോൾ ഇറ്റ് ഗിവ്സ് protection to ആക്സോണിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഇറ്റ് ഇൻക്രീസ് ദി സ്പീഡ് ഓഫ് ഇമ്പൾസസ് ത്രൂ ഇറ്റ് ആൻഡ് ആൾസോ ഗിവ്സ് എന്താണ്, ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ആക്സോൺ.
പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻസുലേറ്റർ ആയിട്ടൊക്കെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മൈനസ് ഷീറ്റ് അപ്പോൾ ശരിക്കും ഈ ഇമ്പൾസസിനെ പാസ് ചെയ്യാൻ ഇത്രയും സഹായിക്കുന്ന ഈ മൈനസ് ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ല തിളങ്ങുന്ന വെള്ള നിറമുള്ള ഷോൺ സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ഈ മൈനസ് ഷീറ്റ് കൂടുതലും നമുക്ക് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബ്രെയിൻ ആയിരുന്നാലും പിന്നെ അതുപോലെ സ്പൈനൽ കോഡ് സുഷുമ്നയുടെ ഭാഗങ്ങളും ഒക്കെ അവിടെ നിന്നൊക്കെ ഈ ഇമ്പൾസസിന് റെസ്പോൺസ് കൊടുക്കും. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഒരുപാട് ഈ മൈനസ് ഷീറ്റുള്ള ഭാഗമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ നാഡികൾ അല്ലെങ്കിൽ ന്യൂറോണുകളെ രണ്ട് ആയിട്ട് നമ്മൾ ഈ മൈനസ് ഷീറ്റിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് പറയാം. അതായത് വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും. ഇപ്പോൾ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് ഇതാണ്, ഈ നമ്മുടെ ഈ ന്യൂറോണുകൾ നമ്മുടെ തലച്ചോറിൽ പിന്നെ അതുപോലെ തന്നെ സുഷുമ്ന സ്പൈനൽ കോഡിലൊക്കെ കാണുന്ന ഭാഗങ്ങളിൽ കൂടുതലും ഈ മൈനസ് ഷീറ്റുള്ള ന്യൂറോൺസാണ്. മൈനസ് ഷീറ്റിന് നല്ല വൈറ്റ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാഡികളെ കണ്ടു കഴിഞ്ഞാൽ നല്ല തിളങ്ങുന്ന വെള്ള നിറമായി. അപ്പോൾ മൈനസ് ഷീറ്റ് ഉള്ളത് ഇസ് വൈറ്റ് കളർ. അപ്പോൾ ഈ വൈറ്റ് കളർ ആയതുകൊണ്ട് ഇതിന് എന്ത് പേര് പറയും? വൈറ്റ് മാറ്റർ എന്ന്. ഇത് പറയുന്നു വൈറ്റ് മാറ്റർ. അപ്പോൾ മൈനസ് ഷീറ്റ് ഉള്ള നാഡികളെയാണ് എൻ്റെ പേര് പറയുക വൈറ്റ് മാറ്റർ എന്ന് പറയും. ഇനി മൈനസ് ഷീറ്റ് ഇല്ലാത്ത ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കാണപ്പെടുന്ന നാഡികളിൽ സാധാരണ ഇപ്പോൾ ഈ ഇവയിൽ മൈനസ് ഷീറ്റ് കാണത്തില്ല, അക്സോണുകളെ പൊതിഞ്ഞിട്ട് വൈറ്റ് മാറ്റർ കാണത്തില്ല. അപ്പോൾ അതിന് നല്ല തിളക്കം കാണത്തില്ല, അത് ചാരനിറമായിരിക്കും. അതുകൊണ്ട് അതിന് ഗ്രേ മാറ്റർ എന്ന് പറയും. എന്ത് പറയും? ഗ്രേ മാറ്റർ. അപ്പോൾ നാഡികളിൽ നമുക്ക് വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ. അപ്പോൾ വൈറ്റ് മാറ്റർ കാണുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലാണ്? വൈറ്റ് മാറ്റർ ഇസ് ഫൗണ്ട് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. തലച്ചോറിലും സുഷുമ്നയിലും ഈ ആക്സോണുകളെ പൊതിഞ്ഞ് മൈനസ് ഷീറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് എന്ത് പറയുന്നു? വൈറ്റ് മാറ്റർ എന്ന്. പിന്നെ മറ്റുള്ള ഭാഗങ്ങളിൽ ഇത് കാണപ്പെടുന്നില്ല, മൈനസ് ഷീറ്റ് കാണപ്പെടുന്നില്ല എങ്കിൽ ചാരക്കളർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറയും? ഗ്രേ മാറ്റർ എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മുടെ മൈനസ് ഷീറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റർ ഓഫ് ന്യൂറോൺ അല്ലേ? മൈനസ് ഷീറ്റ് ഈ ന്യൂറോണിൻ്റെ ഒരു പ്രൊട്ടക്റ്റർ എന്ന് പറയും. ആക്സോണിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെങ്കിലും ന്യൂറോണിനെ തന്നെയാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ മൈനസ് ഷീറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഷോൺ സെൽസ്. മൈനസ് ഷീറ്റ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു? ഷോൺ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ മൈനസ് ഷീറ്റ് ഇസ് വൈറ്റ് കളറാണ്. സോ എവിടെയാണ് ദി ന്യൂറോൺസ് വിച്ച് ആർ ഫൗണ്ട് ഇൻ ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വിച്ച് ആർ വൈറ്റ് ഇൻ കളർ. സോ ഇറ്റ് ഈസ് നോൺ എസ് വൈറ്റ് മാറ്റർ. മൈനസ് ഷീറ്റ് ഉള്ള ന്യൂറോണുകളെയാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. മൈനസ് ഷീറ്റ് ഇല്ലാത്തവയെ എന്ന് പറയുന്നു ഗ്രേ മാറ്റർ എന്ന്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ മൈനസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇവയിൽ മറ്റൊരു വസ്തുവുണ്ട്. ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന് പറയുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് ഈ മൈനസ് ഷീറ്റ് നിർമ്മിച്ചിട്ടുണ്ട്. അത് കൂടുതലും ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ മൈനസ് ഷീറ്റ് കാണപ്പെടുന്നത് നമ്മുടെ തലച്ചോറിൽ പിന്നെ അതുപോലെ ഈ സുഷുമ്നയിലുമാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മൈനസ് ഷീറ്റിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ന്യൂറോണുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഈ മൈനസ് ഷീറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു ഇമ്പൾസസിൻ്റെ പാത, ആ ഒരു സ്പീഡ് കൂട്ടുക, ന്യൂട്രിയൻസ് കൊടുക്കുക, പിന്നെ അതുപോലെ എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുക, ബാഹ്യക്ഷതങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ റെസ്പോൺസ് ചെയ്യുവാനുള്ള നമ്മുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം, ദാറ്റ് ഈസ് ന്യൂറോൺ. അപ്പോൾ ആ ന്യൂറോണിന് ശരിക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഉള്ള ഒരു പാത സൃഷ്ടിച്ചു കൊടുക്കുന്നു നമ്മുടെ ഈ ആക്സോണുകളെ കൊണ്ടുള്ള മൈനസ് ഷീറ്റ്. മനസ്സിലായോ? ഇനി അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ന്യൂറോണുകളെ കുറിച്ചുള്ള കംപ്ലീറ്റ് അതിൻ്റെ ആ ഒരു ഫിഗർ നമുക്ക് ഏകദേശം മനസ്സിൽ ഉണ്ട് അല്ലേ? ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ശരിക്ക് ഉദ്ദീപനങ്ങൾ ഒരു ന്യൂറോണിൽ നിന്നും അടുത്തതിലേക്ക് പോകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഉദ്ദീപനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, ഇമ്പൾസസ് ഉണ്ടാകുന്നത്? ഇപ്പോൾ ഒരു ജീവി പ്രതികരിക്കണമെങ്കിൽ അവിടെ ഇമ്പൾസുകൾ അവിടെ രൂപപ്പെടണം, റെസ്പോൺസുകൾ അവിടെ ഉണ്ടാകണം. അപ്പോൾ ആ ഒരു ഇമ്പൾസിനനുസരിച്ച് ശരീരം റെസ്പോൺസ് ചെയ്യണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ
നമുക്കറിയാം, ഇപ്പോൾ ഒരു ചൂടുള്ള ഒരു വസ്തു നമ്മൾ തൊടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ശരിക്കും എന്താണ്, നമുക്കൊരു പെട്ടെന്നൊരു കറണ്ട് അടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് കൈ പിൻവലിക്കും അല്ലേ. അപ്പോൾ when we touch a hot object we withdraw our finger. അപ്പോൾ അവിടെ ഒരു ചാർജ് ഉണ്ടാകുന്ന പോലെ നമുക്കൊരു പെട്ടെന്നൊരു ഫീലിങ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ പറയാൻ പോകുന്നത് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. അപ്പോൾ ആവേഗങ്ങളുടെ എന്താണ് ഈ ആവേഗങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുന്ന ആ ഒരു സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾ അവിടെ ഉണ്ടാകുകയും പിന്നെ അതിനനുസരിച്ച് അത് പ്രേഷണം ചെയ്യപ്പെട്ട് തലച്ചോറിൽ എത്തണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ശരീരത്തിൽ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യും. നോക്കുക, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വൈദ്യുത ചാർജ് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ന്യൂറോണുകളെ കുറിച്ച് നമുക്ക് അറിയാം, ന്യൂറോണിൻ്റെ ആ ഒരു ഘടന അറിയാം. അപ്പോൾ ഓരോ ന്യൂറോണിനും ഒരു ഒറ്റ കോശമാണല്ലോ, ഏറ്റവും വലിയ ഒരു കോശം, ഏറ്റവും നീളമുള്ള ഒരു വലിയ കോശമാണ് നമ്മുടെ ന്യൂറോൺ. ചിത്രത്തിൽ നിങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ ഒരു പ്ലാസ്മ മെംബ്രെയിൻ, കോശത്തെ ആവരണം ചെയ്തിട്ട് മെംബ്രെയിനുണ്ട് അല്ലേ, പ്ലാസ്മ മെംബ്രെയിനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചില ചാർജുകളാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഒന്നിനെ ടച്ച് ചെയ്യുമ്പോൾ എന്തോ ഒരു ചാർജ് ഉണ്ടായതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ചൂടുള്ള വസ്തുവായാലും തണുപ്പായാലും ഒക്കെ അല്ലേ ഉണ്ടാകാറില്ലേ. അപ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വൈദ്യുത സ്പന്ദനങ്ങൾ പോലെ ഒരു രൂപപ്പെടലാണ്, ഒരു ചാർജാണ് അവിടെ രൂപം കൊള്ളുന്നത്. അപ്പോൾ ശരിക്കും ഈ നാഡീകോശത്തിൻ്റെ ഒരു പ്ലാസ്മ സ്തരം, അതിനകത്ത് പുറത്തുമായിട്ട് ചില ചാർജുകളാണ് രൂപപ്പെടുന്നത്. ആ സന്ദേശങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് ചില ചാർജുകളാണ്. അപ്പോൾ ശരിക്കും ഈ ഇപ്പോൾ നമ്മൾ ചൂടുള്ള ഒരു വസ്തുവിൽ തൊടുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാഡീകോശത്തിൻ്റെ പുറത്ത് ഒരു പോസിറ്റീവ് ചാർജ്, നാഡീകോശത്തിൻ്റെ ഉള്ളിൽ എന്താണ് ആ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് ഒരു നെഗറ്റീവ് ചാർജും ആയിരിക്കും ആദ്യം ആ ഒരു സന്ദേശങ്ങൾ രൂപപ്പെടുന്ന ആ സമയത്ത്. അപ്പോൾ നോർമലായിട്ടിരിക്കുമ്പോൾ അതാണ്. അപ്പോൾ പുറത്ത് പോസിറ്റീവ് ചാർജ്, അകത്തെന്താണ് നെഗറ്റീവ് ചാർജുമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ദ ഔട്ടർ സർഫസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ദാറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ് ആൻഡ് ദ ഇന്നർ സർഫസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ എന്താണ് നെഗറ്റീവ്ലി ചാർജ്. അതിൻ്റെ ഏതാണ് നാഡീകോശത്തിൻ്റെയാണ്. ന്യൂറോണിൻ്റെ ഔട്ടർ സർഫേസ് പോസിറ്റീവ്ലി ചാർജിലും ഇന്നർ സർഫേസ് എന്താണ് നെഗറ്റീവ്ലി ചാർജിലും ആയി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു നമ്മൾ ടച്ച് ചെയ്യുന്നു, ഒരു സന്ദേശം രൂപപ്പെടുന്ന ആ ഒരു ഉദ്ദീപനത്തിന് ഉണ്ടാകുകയാണെങ്കിൽ അതിനനുസരിച്ച് ശരീരം റെസ്പോൺസ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ചാർജിന് ഒരു വേരിയേഷൻ ഉണ്ടാകും. അതായത് ഈ ചാർജിനൊരു വ്യത്യാസം ഉദ്ദീപിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ചാർജ് വ്യത്യാസം ഉണ്ടാകും. അതായത് നമ്മുടെ ഈ പ്ലാസ്മ കോശ സ്ഥലത്തിന് പുറത്തായിരുന്നു ആദ്യം പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഈ ചാർജ് പോസിറ്റീവ് ചാർജ് അകത്താണ്, കോശസ്ഥലത്തിന് വെളിയിൽ നെഗറ്റീവ് ചാർജും ആകും. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ചേഞ്ച്. ദി ഔട്ടർ സർഫസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ് ആൻഡ് ഇന്നർ സർഫസ് ബിക്കം പോസിറ്റീവ്ലി ചാർജ്. അങ്ങനെയായി മാറും. ഒരു ചാർജ് ഡിഫറൻസ് ആണ്, ഒരു ചേഞ്ച് ഇൻ ചാർജ് അവിടെ രൂപം കൊള്ളുന്നു. അപ്പോൾ ഉദ്ദീപിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന എന്താണ്, ചാർജിലൊരു വ്യതിയാനം. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ചാർജ് വെളിയിൽ പോസിറ്റീവ് ചാർജ് ആയിരുന്നുവെങ്കിൽ വെളിയിൽ എന്താകും നെഗറ്റീവ് ചാർജ്, അകത്ത് നെഗറ്റീവ് ചാർജ് ആയിരുന്നുവെങ്കിൽ അകത്താകും പോസിറ്റീവ് ചാർജ് ആയിരുന്നു. അപ്പോൾ ഒരു ചാർജ് ഡിഫറൻസ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വൈദ്യുത ചാർജിൻ്റെ ഒരു ഡിഫറൻസ്, ഒരു എക്സ്ചേഞ്ച് അവിടെ നടക്കുകയാണ്. ഇനി അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഒരു നൈമിഷികമായിട്ട് ഒരു ചാർജ് വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഇത് സംഭവിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഭാഗം ഓരോ ഭാഗമായിട്ട് ഉത്തേജിക്കപ്പെടും. നൈമിഷികമായിട്ടുള്ള ചാർജ് ഡിഫറൻസ് ആ കോശത്തിൽ തന്നെ ഓരോ ഭാഗത്തേക്കും ഉത്തേജിക്കപ്പെട്ട് ചാർജ് വ്യതിയാനം ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ ഒരു വൈദ്യുത പ്രവാഹ രൂപത്തിൽ അവിടെ എന്ത് ഫോം ചെയ്യുകയാണ്, ഈ ചാർജിൻ്റെ ഫലമായിട്ട് ഇമ്പൾസസ് ഫോം ചെയ്യും. ആ ഒരു ഓരോ ഭാഗവും ഇങ്ങനെ ആ ഒരു ചാർജ് ഡിഫറൻസ് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഇമ്പൾസസ് ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ന്യൂറോൺസ് ആസ് ഇമ്പൾസസ്. അപ്പോൾ ആ ഒരു ഇമ്പൾസസ് ആയിട്ട് ഈ മെസ്സേജുകൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ കോശത്തിന് അകത്താകമാനം എന്ത് ചെയ്യുന്നു, ഒരു ചാർജ് ഡിഫറൻസിൻ്റെ ഫലമായിട്ട് സന്ദേശങ്ങൾ പാസ് ചെയ്യപ്പെടും. ഇങ്ങനെയാണ് സന്ദേശങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ ആ കോശത്തിൽ സന്ദേശങ്ങൾ രൂപപ്പെട്ട് കഴിയും അല്ലേ. അപ്പോൾ നമ്മുടെ നാഡീകോശത്തിൽ സന്ദേശം രൂപപ്പെടുവാനുള്ള കാരണം എന്താണ്, അവിടെ ചാർജ് ഡിഫറൻസ് ആണ്. ആദ്യം ഉണ്ടായിരുന്ന ചാർജിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ശരിക്കും
ഒരു ഉദ്ദീപനം ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ചാർജ് ഓപ്പോസിറ്റായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഇമ്പൾസസ് ഫോം ചെയ്യും. അങ്ങനെ ഒരു നാഡീകോശത്തിലൂടെ ഈ ഇമ്പൾസസ് നാഡീയ ആവേഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന ഈ സന്ദേശങ്ങൾ അവിടെ രൂപപ്പെടുകയും ഒന്നാം ഘട്ടത്തിൽ നാഡീയ ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു, രൂപപ്പെടുന്നു. എന്തിലൂടെയാണ്? ആ ചാർജ് വ്യത്യാസത്തിലൂടെ. ഇസ് ദി ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ് ഡ്യൂ ടു ചാർജ് ഡിഫറൻസസ്. ആ ഒരു ചാർജ് ഡിഫറൻസസിന് ഫലമായിട്ട് ആ കോശത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നു, ഈ സന്ദേശങ്ങൾ രൂപപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അതാണ്. അപ്പോൾ ഇവിടെ സന്ദേശങ്ങൾ രൂപപ്പെട്ടല്ലോ. അപ്പോൾ ഈ രൂപപ്പെട്ട സന്ദേശത്തെ എവിടെ എത്തിക്കണം? തലച്ചോറിൽ, അല്ലേ? അവിടെ നിന്ന് എന്ത് വരണം? അവിടെ നിന്ന് റെസ്പോൺസ് വരണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ചൂടുള്ള ഒബ്ജക്റ്റിൽ നമ്മൾ സ്പർശിച്ച് കഴിഞ്ഞ് കൈ പിൻവലിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ സന്ദേശം രൂപപ്പെട്ടു, ഒന്നാം ഘട്ടം, അല്ലേ? പതറിയും. ഇനി അടുത്തതായിട്ട് ഈ ശരിക്കും ഈ സന്ദേശങ്ങളെ അല്ലെങ്കിൽ ഈ ഇമ്പൾസസിനെ നമുക്ക് പാസ് ചെയ്യണം. എങ്ങോട്ടേക്കാണ് പാസ് ചെയ്യേണ്ടത്? ഈ നീളമുള്ള കോശങ്ങൾ, അതായത് ന്യൂറോണുകൾ, ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക്, അങ്ങനെ ആ ന്യൂറോണുകളിലൂടെ ഇങ്ങനെ പാസ് ചെയ്താണ് ബ്രെയിനിലെത്തേണ്ടത്, തലച്ചോറിലെത്തണം. അവിടെ നിന്ന് റെസ്പോൺസ് കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ അടുത്തത് നമ്മളുടെ ഈ സന്ദേശങ്ങളുടെ പാസേജാണ്, എങ്ങനെ പോകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഇമ്പൾസ് ജനറേറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഇങ്ങനെ, അതായത് ഗ്രാഹ്യ കോശങ്ങളിലാണ് നമ്മൾ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളിലാണ്. അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ റിസപ്റ്റേഴ്സിൽ നിന്നും ബ്രെയിനിലെത്തണം. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭാഗം നോക്കാം. ഇപ്പോൾ ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നമുക്ക് അറിയാം. ഇനി ഒരു ന്യൂറോണിൻ്റെ ഈ ആക്സോണൈറ്റ് മറ്റൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുമായിട്ട് ചേരുന്ന ഒരു ഭാഗമാണ് ശരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ സിനാപ്സ് എന്ന് പറയും. ആ സിനാപ്സിലൂടെയാണ് ഈ നാഡീയ പ്രേഷകങ്ങൾ അല്ലെങ്കിൽ ആവേഗങ്ങൾ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് കടക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു സിനാപ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ സന്ദേശങ്ങൾ കൈമാറാം. അല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു ഗ്രന്ഥികോശവുമായിട്ട്, ഗ്ലാൻഡുലാർ സെല്ലുമായിട്ട് കൈമാറാം. അല്ലെങ്കിൽ ഒരു നാഡീകോശവും പിന്നെ അതുപോലെ പേശിക കോശങ്ങളുമായി, മസ്കുലാർ സെൽസുമായിട്ട് കൈമാറും. അപ്പോൾ ഈ മൂന്നിനെയും നമ്മൾ സിനാപ്സ് എന്ന് പറയും. അപ്പോൾ എന്താണ് സിനാപ്സ്? സിനാപ്സ് എന്ന് പറയുന്നത് ഒരു ജംഗ്ഷനാണ്. ജംഗ്ഷൻ ബിറ്റ്വീൻ ടു നെർവ് സെൽസ്, രണ്ട് നെർവ് സെൽസ് ആകാം, ഓർ ടു മസിൽ സെൽസ്, രണ്ട് മസിൽ സെൽസ് ആകാം, അല്ലെങ്കിൽ ടു ഗ്ലാൻഡ് സെൽസ്, രണ്ട് ഗ്രന്ഥികോശങ്ങളാണ്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനെയാണ് എൻ്റെ പേര് പറയുക, സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നാഡീകോശങ്ങൾ പറയുകയാണെങ്കിൽ ഈ ആക്സോണിൻ്റെ ശാഖകൾ, ആ ശാഖകൾ എന്ന് പറയുമ്പോൾ ആക്സോണൈറ്റിൻ്റെ ഒരു നോബുണ്ട്, പ്രീ സിനാപ്റ്റിക് നോബ് എന്ന് പറയും. ആ നോബിൽ നിന്നും അടുത്ത ന്യൂറോണിൻ്റെ ഏത് ഭാഗമാണ്, ഡെൻഡ്രൈറ്റുകളിലേക്ക് സന്ദേശങ്ങൾ, ഇമ്പൾസസിനെ കൈമാറണം. അപ്പോൾ ഇതിനു വേണ്ടി സഹായിക്കുന്ന ഈ ഇലക്ട്രിക് ഇമ്പൾസിനെ പ്രാപ്തമാക്കുന്ന ചില കെമിക്കൽസ് ഉണ്ട്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസ്. വെൻ ദിസ് ഇമ്പൾസസ് റീച്ചസ് ദി പ്രീ സിനാപ്റ്റിക് നോബുകളിൽ ആ ഒരു വിടവിൽ എത്തിച്ചേരുമ്പോൾ അവിടെ ചില നാഡീയ രാസപ്രേഷകങ്ങളുണ്ടാകും. സെർട്ടൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അസറ്റൈൽ കൊളൈൻ എന്നൊക്കെ പറയുന്നത് ചില രാസവസ്തുക്കളാണ്. അപ്പോൾ ഇതവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫലമായി ഇവ എന്ത് ചെയ്യുന്നറിയാമോ, ദേ സ്റ്റിമുലേറ്റ് ദി അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ് സെൽ. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന ആ ഡെൻഡ്രൈറ്റ് സെല്ലിനെ ഉത്തേജിപ്പിക്കും. എന്താണ് ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈ നാഡീയ ആവേഗങ്ങൾ ഇറ്റ് ട്രാൻസ്മിറ്റ് ടു ഡെൻഡ്രൈറ്റോ അഡ്ജസൻറ്റ് ന്യൂറോ. അപ്പോൾ ഈ ആക്സോണൈറ്റിൽ നിന്ന് ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ സഹായത്താൽ, നാഡീയ രാസപ്രേഷകങ്ങളുടെ സഹായത്താൽ ഈ ആവേഗങ്ങളെ അടുത്ത ന്യൂറോണിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഈ പ്രീ സിനാപ്റ്റിക് നോബ്, ആ നോബിൽ നിന്നുള്ള ആ ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇതിനാണ് സിനാപ്സ് അല്ലെങ്കിൽ ആ ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ ഒരു രാസവസ്തു ഉണ്ടാകും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ സന്ദേശങ്ങളെ അടുത്ത ന്യൂറോണിലേക്ക് കൈമാറുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ആവേഗങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ട് അവസാനം എവിടെ എത്തുന്നു, നമ്മൾ തലച്ചോറിൽ. അവിടെ നമുക്ക് റെസ്പോൺസ് ലഭിക്കും.
അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സിനാപ്സിനെ കുറിച്ചാണ് പറയുന്നത്. സിനാപ്സിനെ കുറിച്ച് പഠിച്ചു നിർത്തുന്നു. അപ്പോൾ ഈ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു അഡ്ജസൻ ന്യൂറോൺസ്, മെയിനായിട്ട് ടു അഡ്ജസൻ ന്യൂറോൺസ് ആണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ബിറ്റ്വീൻ ടു മസ്കുലാർ സെൽസ് ഓർ ഗ്ലാൻഡുലാർ സെൽസ്. അവയും നമുക്ക് അവിടെയും എന്താണ് നാഡീയ പ്രേഷകങ്ങൾ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് സം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സഹായിക്കുന്നു. അസെറ്റിൽ കൊളൈൻ എന്ന് പറയുന്ന ചില കെമിക്കൽസ് ഒക്കെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ ആക്സറേറ്റിൻ്റെ പ്രീ സിനാപ്റ്റിക് നോബിൽ നിന്ന് ഇമ്പൾസസ് ട്രാൻസ്മിറ്റഡ് ടു ഡെൻഡ്രൈറ്റ്സ് ഓഫ് അഡ്ജസൻ ന്യൂറോൺ അങ്ങനെ കൈമാറ്റം ചെയ്യും. അങ്ങനെയാണ് ഈ ഇമ്പൾസസ് എവിടെ എത്തുന്നത്? നമ്മുടെ ബ്രെയിനിൽ എത്തുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാണ് ശരിക്ക് ഈ ആവേഗങ്ങളുടെ അല്ലെങ്കിൽ ഈ സന്ദേശങ്ങളുടെ രൂപപ്പെടലും പിന്നെ അതുപോലെ ഇവയുടെ സഞ്ചാരവും ഇതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഇന്ന് പറയുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞ പോയിൻറ്റ്സ് മൈനർ ഷീറ്റ്, അതിലെ ഘടന, വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്ററിനെ കുറിച്ച് പറയും, മൈനർ ഷീറ്റിൻ്റെ ഫങ്ഷൻ പറയും അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എന്താണ് ട്രാൻസ്മിഷൻ, ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് അത് പറഞ്ഞു. ആ ഒരു ചാർജ് ഡിഫറൻസ്, എങ്ങനെയാണ് ആ ചാർജ് വ്യത്യാസം ഉണ്ടാകുന്നത്, അവിടെ സന്ദേശങ്ങൾ ഒരു കോശത്തിൽ എങ്ങനെ ഉണ്ടാകും, അവിടെ നിന്ന് സിനാപ്സ് ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിലേക്ക് ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അസിഡിൽ കൊളൈൻ പോലുള്ള രാസവസ്തുക്കൾ ഈ സന്ദേശങ്ങളെ ഇമ്പൾസസിനെ അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യിക്കും. അതുവരെ നമ്മളെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നോട്ട്സ് ഇട്ടിട്ടുണ്ട്, അത് എല്ലാവരും എഴുതി ഇങ്ങോട്ട് അയക്കുക. ഇത്രയുമാണ്. മനസ്സിലാക്കുക, നന്നായി പഠിക്കാൻ ശ്രമിക്കുക. നന്ദി.